വെൽക്കം ടു OSP. അപ്പൊ ഇന്ന് നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എന്തിനെ കുറിച്ചും സംസാരിക്കും. ഞാൻ അഖിൽ ടൈറ്റസ്, ഞാൻ ആകാശ് ഷാജി. ഒളി. അപ്പൊ അടുത്ത സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിക്കണോ? അതെ അതെ അതെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണതിന് മുമ്പ് നമ്മൾ ഡിസ്ക്ലെയിമർ കൊടുക്കണം കേട്ടോ. ഇറ്റ്സ് എ ഹോട്ട് ടോപ്പിക്. ഹോട്ട് ചൂടൻ സാധനം. അതെ, അല്ലെങ്കിൽ പല പല കോൺട്രവേഴ്സികളും ഒക്കെ വരാമായിരിക്കും. അതെ അതെ, കാരണം ഞങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളാണ്. അതെ, ഞങ്ങൾ ഈ എപ്പിസോഡിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ സ്വന്തം അഭിപ്രായമാണ്. അതിനോട് ചിലവർ ചിലപ്പോൾ എഗ്രി ചെയ്യാം, അതോ ഡിസഗ്രി ചെയ്യാം. ഇറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് ഞങ്ങളുടെ സൈഡിൽ ഞങ്ങൾ പറയുന്നുള്ളൂ. ആസ് ആൻ ഇൻഡിവിജ്വൽ ഞങ്ങൾ പറയുന്നു. അതെ, ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് അറിയാവുന്ന എപ്പോഴും പറയുന്ന പോലെ എല്ലാ കാര്യവും ഞങ്ങൾക്ക് അറിയില്ല. അതെ അതെ, ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞുതരാൻ നോക്കുക. അത്രേ ഉള്ളൂ. പഠിപ്പിക്കാനും നോക്കുന്നില്ല, ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നുള്ളൂ. അതെ, ഞങ്ങൾ ആരെയും പഠിപ്പിക്കാനാണ്, സത്യമല്ലേ? അതെ, ആരെയും പഠിപ്പിക്കുമല്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ജെൻഡർ ഇക്വാലിറ്റി. അതിന്റെ ഒപ്പം വേറെയും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ ആ ടോപ്പിക്കിന്റെ ഒപ്പം കണക്ട് ചെയ്ത് വരും. എന്താണ് നീ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നതിനെ പറ്റി മനസ്സിലാക്കി വെച്ചത്? ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് എൻ്റെ അഭിപ്രായത്തിൽ ലൈക്ക് മനുഷ്യന്മാരെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, ആൺ പെൺ എന്നുള്ളതായിരുന്നു തുടക്കത്തിലെ ഒരു ജെൻഡർ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാൻസ്ജെൻഡർ വന്നു, പിന്നെ പലതും വന്നു. അപ്പൊ അതിന്റെയൊക്കെ ഇക്വാലിറ്റിയാണ് ലൈക്ക് എന്നാണ് എൻ്റെ ഒരു വശം. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിലും എല്ലാരും ഒന്നാണ് എന്നുള്ളത്. ആ സെയിം സാധനം തന്നെ, എല്ലാരും ഒന്നാണ്. ഇപ്പൊ എല്ലാവർക്കും എല്ലാ റൈറ്റും ഈക്വൽ ആയിരിക്കണം എന്നുള്ളത്. ഇപ്പൊ അവർക്ക് ഇപ്പൊ കാശിന്റെ കാര്യത്തിലായാലും, ഇപ്പൊ ഒരു ജോലിക്ക് പോകുമ്പോഴായാലും, ഇപ്പൊ ആണ് പെണ്ണെന്നുള്ള രീതിയിൽ സാലറി കുറവ് കൂടുതലും ആ സംഭവം സൊസൈറ്റിയിൽ എല്ലാം കിട്ടും. ഇപ്പൊ ഒരു പൊസിഷൻ ആണെങ്കിലും, ചില ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ഒരു പെണ്ണ് CEO ആവാൻ പാടില്ല ആയിക്കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാര്യമല്ല, അങ്ങനെ ഒരു ഇതുണ്ട്. കാര്യം ആ പെണ്ണിന് ആ ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ചോദ്യം ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര വലുതായിരുന്നു പണ്ട്. അതെ, അതെനിക്ക് തോന്നണം, എനിക്ക് കൂടുതലായിട്ട് അപ്പൊ തോന്നിയിരുന്നത് പണ്ട് കാലങ്ങളില് ഇപ്പോ പെണ്ണുങ്ങള് ജോലിക്ക് പോക്ക് കുറവായിരുന്നല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അല്ല, നമ്മുടെ നാട്ടിലൊരു കോൺസെപ്റ്റ് ആണ്, ആണുങ്ങള് പുറത്തു പോയി പണിയെടുക്കുന്നു, പെണ്ണുങ്ങൾ ടേക്ക് കെയർ ഓഫ് ദ ഹൗസ്. വീട്ടിലെ അടുക്കളയിൽ നിൽക്കുന്ന ആൾക്കാർ, അതാണ് പെണ്ണ് എന്ന് പറയുന്നതിനെ ആൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. അപ്പൊ ഈ സംഭവം ഞാൻ അന്നത്തെ അംഗീകരിക്കുന്നുണ്ടോ? അന്നത്തെ കാലത്ത് യെസ്, അന്നത്തെ കാലത്ത് നമുക്ക് അത്രയും കാശ് മതി. ഇപ്പൊ കാര്യം എന്ന് വെച്ചിട്ടുമ്പോ എന്റെ അമ്മയുടെ അപ്പന്റെ കാലത്ത് എന്ന് പറയും, അവര് ജനിച്ചു വളർന്ന അവരുടെ അപ്പനമ്മമാരുണ്ടല്ലോ, അവര് കുറെ പേര് കൃഷിക്കാരായിരിക്കും, കുറെ പേര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലിയായിരിക്കും. കാരണം ഒരാള് ജോലിക്ക് പോയി ചെയ്യേണ്ട കാര്യങ്ങളുള്ള അവിടെ ചെലവ് കുറവാണ്. കാരണം വെച്ച് തന്നെ ഒരു രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിള്ളേരെ നോക്കാനോ അതിനൊന്നും ആരും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ അന്നത്തെ കാലത്ത് ഓക്കെയാ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പോഴത്തെ കാലത്ത് നേരെ ഡിഫറെന്റ്. ഇപ്പോഴത്തെ കാലത്ത് കുറെ ഇതുണ്ട്. ഇപ്പോ ജെൻഡർ ഇക്വാലിറ്റി മാറ്റിക്കളഞ്ഞാലും ഒരു ആണും പെണ്ണും ജോലിക്ക് പോയാലേ ഒരു കുടുംബം മുന്നോട്ട് പോകുള്ളൂ ചിലപ്പോ ഇന്നത്തെ അവസ്ഥയില്. അതെ, ഇപ്പോഴത്തെ സൊസൈറ്റി അങ്ങനെയാണ്. പിന്നെ സെയിം ടൈം പണ്ട് എഡ്യൂക്കേഷൻ, ഇപ്പൊ പണ്ട് ഇവരുടെ ഇപ്പൊ എന്റെ ഗ്രാൻഡ്മയുടെ പാരന്റ്സ് ആയാലും പറയും, അന്ന് പറയും പെണ്ണുങ്ങൾ അധികം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെണ്ണുങ്ങൾ പഠിക്കേണ്ടായിരുന്ന കുക്ക് ചെയ്യണം, വീടൊക്കെ ക്ലീൻ, എല്ലാരും നോക്കാനൊക്കെ പഠിക്കണം, നല്ല സ്വഭാവം, ഇതൊക്കെയാണ് പെണ്ണുങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ആണുങ്ങളായാലും എഡ്യൂക്കേഷനൊക്കെ അന്ന് കുറവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം. ആണുങ്ങള് വീട് നോക്കണം, കുടുംബം നോക്കേണ്ടത് ഗൃഹനാഥൻ, ഗൃഹനാഥ എന്നും പറഞ്ഞിട്ടൊരു സാധനം പറയില്ല, ഗൃഹനാഥൻ എന്നല്ലേ പറയണേ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ അന്നത്തെ കാലത്ത് ഈ സംഭവങ്ങളൊക്കെ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം കുറവാ. കാര്യം ഇപ്പോ അഡ്ജസ്റ്റ്മെന്റും കൂടുതൽ ആളുകളുടെ, അല്ലേ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിലായിരുന്നു എങ്ങനെയാണ്? നിങ്ങളുടെ വീട്ടിൽ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പനും ഇല്ല, എന്റെ അപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, അമ്മ വീട്ടുകാര്യങ്ങൾ, ഹൗസ് വൈഫ് എന്നുള്ളൊരു സെറ്റപ്പിൽ തന്നെയാണ് ഇപ്പൊ താമസിച്ചോണ്ടിരിക്കുന്നത്. എന്റെയും അതേപോലെ തന്നെ സെറ്റപ്പാണ്. നിനക്ക് അതേ പണ്ടത്തെ കാലത്തെ കമ്പയർ ചെയ്യുമ്പോൾ നിനക്ക് എന്തുട്ടാ തോന്നുന്നത്? ഇപ്പോ എനിക്ക് പണ്ടത്തെ കാലത്തെ കമ്പയർ ചെയ്യുമ്പോൾ അല്ല, അതായത് ലൈക്ക് ഐ മീൻ ഒബ്വിയസ്ലി ഇപ്പൊ പറഞ്ഞ പോലെ പണ്ടത്തെ കാലത്ത് അതേ ഉള്ളായിരുന്നു. ലൈക്ക് അതിൽ കൂടുതലുള്ള അറിവുകളോ കാര്യങ്ങളോ ഒന്നും ലൈക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാവരും ഇപ്പം മറ്റേ കൂട്ടി ചോദിച്ച് ഈ പറഞ്ഞ പെണ്ണുങ്ങൾക്കൊരു ഗ്രൂപ്പ്, ലൈക്ക് അങ്ങനെ പല പല ഗ്രൂപ്പുകളും കാര്യങ്ങളും എല്ലാം തുടങ്ങി അതിനെക്കുറിച്ചുള്ള അവയർനെസ് വന്ന് ആൾക്കാരെല്ലാം കൂടെ ഈക്വാളിറ്റി വേണം എന്നുള്ള ഇതിലേക്ക് കയറിപ്പോയത്. പക്ഷെ പഴയ കാലത്ത് അത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ലൈക്ക് അതാണ് ഏറ്റവും എന്താ പറയാ, ആ ഒരു എക്കണോമിയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫൈനാൻസിന്റെ കേസിലും ഒക്കെ ആണെങ്കിലും ലൈക്ക് അതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ഇപ്പൊ എനിക്ക് കൂടുതൽ ഇപ്പോഴത്തെ കാര്യം ഒരുപാട് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണല്ലോ. പണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്നല്ലേ, ഇപ്പൊ എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ
ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കുവാണ്. പരിപാടി നടക്കുമ്പോ ഇപ്പൊ ഫുഡ് ലഞ്ചിന്റെ ടൈമാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആദ്യം ആരാ ഭക്ഷണം കഴിക്കണേ? ആദ്യത്തെ എല്ലാ ആണുങ്ങൾ ഫ്രണ്ടിലിരുന്ന് ഫുഡ് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് എല്ലാരും കഴിയുമ്പോഴത്തേക്കാണ് ഈ പെണ്ണുങ്ങൾ ഫുഡ് കഴിക്കുന്നത്. പിള്ളേർ കൊടുക്കും. പിള്ളേരും എല്ലാരും കൂടെ ഒന്നിച്ചായിരിക്കും ഇരിക്കുക തുടക്കത്തില്. അത് കഴിഞ്ഞിട്ടാണ് എല്ലാരും കഴിച്ചു കഴിഞ്ഞ് മിച്ചം ആ ഒരു സെറ്റപ്പിലാണ് പണ്ട് കാലത്തൊക്കെ ഈ പെണ്ണുങ്ങള് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അതെ, ആ സംഭവം നമ്മുടെ അതേപോലെ തന്നെയാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ ചോദിക്കുന്ന ചോദ്യം ആണുങ്ങൾ കഴിച്ചോ, അത് കഴിഞ്ഞിട്ടാണ് പെണ്ണുങ്ങൾ കഴിച്ചോ എന്നൊരു സാധനം ചോദിക്കാറില്ല. അവർക്ക് കൊടുത്തില്ലേ, അവർക്ക് അത് കൊടുത്തു, അവരിത് കഴിഞ്ഞോ, അവർക്ക് ഇത് കഴിച്ചു. എല്ലാം ആണ് എന്നുള്ള രീതിയിലാണ് പണ്ട് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നേരെ തിരിച്ച് ഇപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനത് മൂത്രടിയുള്ളൂ അല്ലേ? ഉറപ്പാണ്. ഇപ്പോ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. കുറെ കാര്യങ്ങൾ ഈക്വൽ ആയിട്ടാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ പണ്ട് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുമ്പോ പണ്ട് ഒരു പെണ്ണ് കാർ ഓടിക്കുന്ന സംഭവം അത് റെയർ ആയിട്ട് കണ്ടിരുന്ന, പെണ്ണ് ബൈക്ക് ഓടിക്കണ സംഭവം ഭയങ്കര റെയർ അല്ലേ? ഭയങ്കര റെയർ, അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആ സമയത്ത്. ഇപ്പോഴോ ബുള്ളറ്റ് ഓടിച്ചോണ്ടല്ലോ പെൺപിള്ളേരായാലും ആണുങ്ങളായാലും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതൊക്കെ പണ്ട് എനിക്ക് തോന്നുന്നു +1 +2 പഠിച്ചോണ്ടിരിക്കുന്ന ടൈമിലായാലും പെണ്ണുങ്ങൾ ബൈക്ക് ഓടിക്കാൻ ഭയങ്കര റെയർ ആയിട്ട് നമ്മൾ കാണുമ്പോൾ ഭയങ്കര അത്ഭുതപ്പെട്ടു പോകും. ഇപ്പൊ അത് ഭയങ്കര കാഷ്വല. അപ്പോ ഇത് നമ്മുടെ ഓരോ ഇയർ കഴിയുന്തോറും നമ്മുടെ വ്യത്യാസമുണ്ട്. അത് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ട്, അത് നെഗറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ ഇപ്പോ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ഞാൻ യോജിക്കണില്ല. കാരണം വെച്ചാൽ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് പെണ്ണിനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പൊ ചില കാര്യങ്ങൾ ആണിനെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാരും അങ്ങനെയല്ല. പക്ഷെ ചില ആളുകൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞങ്ങൾക്ക് 2 പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ ഭാര്യക്കായിരിക്കും കൂടുതൽ അവരെങ്ങനെ ചെയ്യേണ്ടതെന്ന് എവരെ മാനേജ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്ക് ചിലപ്പോ പറ്റണമെന്നില്ല. നേരെ ചിലപ്പോ പുറത്തു പോയി ഒരു കാര്യം ചെയ്യാൻ ചിലപ്പോ വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എന്താ പറയണേന്ന് എനിക്കറിയില്ല. ബട്ട് പുറത്തു പോയി എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ എനിക്കായിരിക്കും ഒരു പുറത്തെ വീട്ടിലെ പണിയായാലും കൂടുതൽ വില ഉപയോഗിച്ച്. ഇപ്പൊ പറയാറില്ല ആണിനും പെണ്ണും സെയിം സ്ട്രെങ്ത് അല്ല, ഒരിക്കലും അല്ല. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പുറത്തത്തെ യാർഡ് പണി ഇതൊക്കെ വേണമെങ്കിൽ കുഴിക്കാനാണെങ്കിലും അത് ചിലപ്പോൾ ഞാൻ ചെയ്യണം. വീടിനകത്ത് കൊച്ചുങ്ങളെ നോക്കണമെങ്കിൽ എന്റെ വൈഫ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ യോജിക്കില്ല. പക്ഷെ അങ്ങനെ അത് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുകളുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനോട് ജെൻഡർ ഇക്വാലിറ്റി. പക്ഷെ എല്ലാ സൈഡിലും ഇപ്പോ 2 പേർക്ക് ഒരേ ജോലി വേണം, 2 പേർക്ക് ഈക്വൽ സാലറി. ഭാര്യ കൂടുതൽ കാശ് ഉണ്ടാക്കിയോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ? ആ ഒരു വീട്ടിലേക്കല്ലേ വരുന്നേ. അപ്പൊ അങ്ങനെ എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ ഈ ആണിനും പെണ്ണിനും ചെയ്യാൻ പറ്റാതെ പറയാൻ ഇപ്പൊ 2 പേർക്കും എല്ലാവർക്കും ഒരു സ്ട്രെങ്ത്തും ഉണ്ട് അല്ലേ? ഇപ്പൊ ഒരു പെണ്ണിന് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, എന്റെ വൈഫ് ഇപ്പൊ ഞങ്ങൾക്ക് 2 പിള്ളേരായി കഴിഞ്ഞാൽ എന്റെ വൈഫിന് ചിലപ്പോ പിള്ളേരെ നല്ലോണം കെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരെ തിരിച്ച് എനിക്ക് നേരെ പുറത്തു പോയി 2 കിളക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിളക്കാൻ പറ്റും കൂടുതൽ അല്ലേ? കാര്യം കൂടുതൽ ഇപ്പൊ ആണുങ്ങൾക്കാണ് അങ്ങനത്തെ ഫിസിക്കൽ സ്ട്രെങ്ത് എപ്പോഴും കൂടുതൽ. ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ആണുങ്ങൾ എന്തോരം വെയിറ്റ് വെക്കും, പെണ്ണുങ്ങൾ എന്തോരം വെയിറ്റ് വെക്കും. അതിപ്പോ ചില പെണ്ണുങ്ങളുണ്ട് എക്സ്ട്രാ സൂപ്പർ പവർ ലിസ്റ്റേഴ്സ്, അങ്ങനെയല്ല. അപ്പോഴും ഈ മറ്റേ ശാരീരികമായിട്ടുള്ള പല എന്താ പറയാ വ്യത്യാസങ്ങളും ഉറപ്പായിട്ടുണ്ട്. അപ്പോഴും ഈ പറഞ്ഞ എന്തിനാണ് ഇക്വാലിറ്റി, അത് എവിടൊക്കെയാണ് നമ്മൾ ഇക്വാലിറ്റി വേണ്ടത്? ഇക്വാലിറ്റി വേണ്ട കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കിയേക്കണത് ഇപ്പൊ നമ്മളൊരു ജോലിക്ക് പോകുമ്പോ ഇന്റലിജൻസ് സംബന്ധമായിട്ടുള്ള ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതും ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ CEO അന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ പണ്ട് ഒരു പെണ്ണ് സിഇഒനെ എന്തോരം വരെ കാണാൻ പറ്റും. ഇപ്പൊ വലിയ കുറെ കമ്പനികളുണ്ട്. അത് ശരിയാ. ആ ഒരു സമയത്താണെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ ഈ ആണുങ്ങളെ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഈ പറയുന്ന ഒരു പൊസിഷൻ സെയിം ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ വരെ എത്തുന്നതായിരിക്കും. അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ കണ്ണുകടിയും കാര്യങ്ങളും ഒക്കെ കാരണം ആണുങ്ങൾ പണ്ടത്തെ കോൺസെപ്റ്റ് അല്ലേ, അതൊരു ആ ഒരു കാലഘട്ടമായിരുന്നു അത്. ഇപ്പൊ നമ്മുടെ ഫാമിലികളിലായാലും ഇപ്പൊ എന്റെ അമ്മ പുറത്തിറങ്ങി ഒരു 10 മണി ചെയ്ത് കഴിഞ്ഞ് അപ്പം വീട്ടിലിരിക്കുക നാട്ടുകാർ എന്ത് പറയും? അവള് പുറത്തിറങ്ങി ഓരോ പരിപാടി കണ്ടില്ലേ, അവളെ കെട്ടിയാനെ അടിച്ച് വീട്ടിലെടുത്തേക്കണേ പറയൂലേ. പക്ഷെ നമ്മള് നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരുമ്പോ അങ്ങനത്തെ സംഭവം ഇല്ല. അങ്ങനെ പക്ഷെ ഒട്ടുമൊക്കെ പറയാൻ പറ്റത്തില്ല, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും മറ്റേ സമത്വത്തിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ ഈ ജനറേഷന്റെ 2K കിഡ്സും മില്ലേനിയൽസും അവര് നമ്മുടെ ഇനി മുമ്പുള്ളവരായിട്ടുള്ള വ്യത്യാസം. ഇപ്പൊ നമ്മൾ ഈ രണ്ടിന്റെ ഇടയിൽ കാല് ചവിട്ടി പിടിച്ച് നിൽക്കുന്ന ആളാ. നമ്മളിപ്പോ അവര്
അതിനെ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോ ഇവർക്ക് അങ്ങനെ ഒരു സംഭവമില്ല. ഇല്ല, ഇപ്പോഴും പുതിയ യുഗത്തിൽ വരുന്ന അവന്മാർ ചിന്തിക്കുന്ന പോലും ഇല്ല ഈ ഒരു സാധനത്തില്. ലൈക്ക് എല്ലാവരും ഈക്വൽ ആണെന്നുള്ളൊരു സാധനം. എല്ലാവർക്കും ഈ പറഞ്ഞ ആൺ പെണ്ണ് വ്യത്യാസം മാത്രമല്ല, എല്ലാവരും ഈക്വൽ എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പൊ ഒരു ആണ് പെണ്ണിന്റെ നമ്മുടെ സ്കൂളുകളിലേക്ക് പോകുമ്പോ പണ്ട് ഇപ്പൊ ആണുങ്ങൾ ഒരു സൈഡിലിരിക്കും, പെണ്ണുങ്ങൾ ഒരു സൈഡിലിരിക്കും. ശരിയാണ്. അതെ, നേരെ ഇവിടുത്തെ സ്കൂളുകളിലേക്ക് പോകുമ്പോ എന്താ അവസ്ഥ? എല്ലാരും ലൈക്ക് മിക്സ്ഡ് ആണ്. അതിപ്പം ലൈക്ക് അത് ഇവിടുത്തെന്ന് മാത്രമല്ല, ഇപ്പൊ വരുന്ന കാലഘട്ടത്തില് ലൈക്ക് ആൾക്കാർ ഇരിക്കാറുണ്ട്. ഇപ്പൊ നാട്ടിലത്തെ സ്കൂളുകളിലാണേലും ആൾക്കാർ എന്താ പറയാ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരുന്ന് പഠിക്കുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നാണ് ലൈക്ക് ഇതെല്ലാം മാറ്റി നിർത്തുന്നത്. അതായത് ഒരു സൈഡിൽ ഫുള്ള് ആണുങ്ങൾ, ഒരു സൈഡിൽ ഫ്രണ്ടിൽ ഫുള്ള് പെണ്ണുങ്ങള്. ലൈക്ക് കൂട്ടി യോജിച്ചിരുന്നാൽ അവിടെ വിഷയമാണ്. അങ്ങനെയായിരുന്നു ആ ചിന്താഗതി. വേറൊരു എക്സാമ്പിൾ പറയട്ടെ. ആണും പെണ്ണും പണ്ട് എല്ലാരും പറയും ആണിനും പെണ്ണിനും ഫ്രണ്ട്സ് ആവാൻ പറ്റില്ല എന്നൊരു സംഭവം. അതിപ്പോ മാറിയ ഒരു ഇപ്പൊ ബെസ്റ്റീസ് ആണ്. കാര്യം അത് മിസ്യൂസ് ചെയ്യണവരുണ്ട്. ബട്ട് ഒരുപാട് പേര് ഇപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരുണ്ട് ആണും പെണ്ണുമായിട്ട്. പക്ഷെ നമുക്ക് ചിലപ്പോ അത് യോജിക്കാൻ ബുദ്ധിമുട്ടാ. നമ്മുടെ ജനറേഷനിലേക്ക് നമ്മള് ആ മിക്സ്ചറാ അല്ലെ. ഇപ്പൊ എനിക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോ അവന് ബോയ് ഫ്രണ്ട്സ് മാത്രം ഉള്ളവൾക്ക്, പെങ്കൊച്ചാണെങ്കിൽ അവൾക്ക് ബോയ് ഫ്രണ്ട് മാത്രം നമ്മൾ യോജിക്കാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പണ്ട് മറ്റേ ഈ നമ്മൾ പഠിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു ലൈക്ക് ഈ ആണുങ്ങൾ മാത്രം കൂട്ടുകാരുള്ള പെണ്ണുങ്ങളുണ്ട്, അവരെ മറ്റേ ടോം ഗേളോ ആ ഒരു സെറ്റപ്പില് നമ്മൾ വിളിച്ച് ഇങ്ങനെ കളിയാക്കുമായിരുന്നു. അതെ, ഇപ്പൊ എന്റെ കൊച്ചിന്റെ പേര് സുമലത ആയിക്കോട്ടെ. സുമലതയുടെ ഫ്രണ്ട്സ് ആണെന്ന് നോക്കുമ്പോ രമേശ്, സുരേഷ്, ഗണേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും? ഇല്ല. അതെ, രേവതി, സുജാത എന്ന് പറയുമ്പോ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും ഒരു പുറത്തേക്ക് വിടാനായിട്ട്. എന്തൊക്കെ പേരായി പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടോ? അതുകൊണ്ട് കാര്യം ഇപ്പൊ ഒരു സിനിമക്ക് പോകാനാണെങ്കിൽ നമ്മൾക്ക് കൊച്ചിനെ വിടുമ്പോ ചിലപ്പോ കംഫർട്ടബിലിറ്റി അതായിരിക്കും അല്ലെ. അപ്പൊ ആ ഇക്വാലിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ കുറച്ചാൾ നമ്മുടെ പിള്ളേര് വളർന്നു കഴിയുമ്പോ ചിലപ്പോ അത് മൊത്തം മാറും. നമ്മൾ എങ്ങനെ മാറും? കാരണം നമ്മള് ജീവിക്കുന്ന ഈ സൊസൈറ്റി ഇപ്പൊ വ്യത്യാസമുണ്ട്. നമ്മുടെ അടുത്ത് പിള്ളേരുടെ അടുത്ത് പറയുവാണ് ഇപ്പൊ ഇനി വന്ന ജനറേഷനെ പറ്റിയാണ് ഞാൻ കൂടുതൽ പറയുന്നത്. ഇക്വാലിറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ പറയുകയാണ്, ഒരു ആൺകുട്ടി ആണെങ്കിൽ നീ പെണ്ണുങ്ങളുടെ അധികം സംസാരിക്കരുത്, അല്ലെങ്കിൽ പെങ്കൊച്ചാണെങ്കിൽ നീ ആദ്യം ആണുങ്ങളായിട്ട് ഇടപെടും, നിനക്ക് നിന്റെ കൂട്ടുകാരികളുടെ ഒപ്പം പോയിക്കൂടെ എവിടെയെങ്കിലും ഓടിക്കോളാൻ പറയും. നീ പോടാപ്പ പിള്ളേര് അല്ലേ. അപ്പൊ ആ സാധനം ഉള്ളതുകൊണ്ടാണ് നമ്മളത് മാറുമെന്ന് പറയാം. നമ്മളിപ്പോ ഇത് നമ്മളെ അതിനെന്താ പറയാ, നമ്മള് നാടോടുമ്പോ നടുവേ ഓടണമെന്ന് പറഞ്ഞ സെറ്റപ്പില്ലേ, നമ്മളത് ഓടിപ്പോവത്. നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് എന്തോരം വ്യത്യാസം വന്നു. ഇപ്പൊ നീ പറയാറില്ലേ, ഇപ്പൊ വെള്ളക്കാരുടെ അടുത്ത് സംസാരിക്കണോന്ന്, നമ്മളങ്ങനെ സംസാരിക്കണ എന്തുകൊണ്ടാ? നടുവേ ഇവരായിട്ട് ആ കറക്റ്റ് ഒരു ബാലൻസ് വരാൻ വേണ്ടിയല്ലേ. മനസ്സിലായി. ഈ സംഭവം, ഈ ബാലൻസ് ആണ് എനിക്ക് മനസ്സിലായത് ജെൻഡർ ഇക്വാലിറ്റി. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പം ആ പെണ്ണുങ്ങൾ ഓടി എത്തി. ലൈക്ക് ഇപ്പൊ അവർക്ക് വേണ്ട ലൈക്ക് ആ ഒരു തുല്യതയും കാര്യങ്ങളും ഒക്കെ എത്തി. ഇപ്പൊ എന്താ പറയാ, ലൈക്ക് ഇപ്പൊ ഈ പറഞ്ഞ CEO ലൈക്ക് അവിടെ എത്തുന്നുണ്ട്. അതുകൂടാണ്ട് ഈ പറഞ്ഞ ലൈക്ക് എല്ലായിടത്തും ഈ പറയുന്ന ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ളൊരു സാധനം, ആൺ പെൺ എന്നുള്ളൊരു സാധനം ഈക്വലിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അവിടെ ഒരു അടുത്തൊരു ഘട്ടം അവിടെ എത്തിക്കഴിഞ്ഞു. അതായത് എന്താ, ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇപ്പൊ പൊങ്ങി വന്നു. അപ്പൊ അവർക്കും എല്ലാം ഈക്വാലിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് അവരിപ്പോ തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുവോ? അത് നമ്മുടെ സൊസൈറ്റി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഇതിപ്പോ ഞാൻ എല്ലാവർക്കും കൂടെ, എനിക്കിപ്പോ ട്രാൻസ്ജെൻഡറിനെ പറ്റി സംസാരിക്കണം, എനിക്ക് ഒരുപാട് സംഭവങ്ങൾ അറിയില്ല. ബട്ട് എനിക്ക് മനസ്സിലായപ്പോ ഒരു മനുഷ്യൻ ജനിക്കുമ്പോ, ഞാനിപ്പോ ഗേ, ലെസ്ബിയൻ ആ സൈഡ് നോക്കുമ്പോഴല്ലോ, ഒരു മനുഷ്യൻ ജനിക്കുമ്പോ ചിലപ്പോ അവനൊരു ആണിന്റെ ബോഡിയിലായിരിക്കും ജനിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ഫിസിക്കൽ ബോഡി. പക്ഷെ കുറച്ചാൾ കഴിയുമ്പോ തോന്നുവാണ് ഞാൻ ആണായിട്ടല്ല എനിക്ക് കൂടുതൽ ഫീൽ ആവുന്നത്, ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു ട്രാൻസ്ജെൻഡറിലേക്ക് തിരിയാണ് ഇതിന്റെ കാരണം. ചിലപ്പോ നമുക്ക് ഒരു ആണിനോട് ഒരു ആണാണെങ്കിൽ ചിലപ്പോൾ ഒരു ആണിനോട് അട്രാക്ഷൻ തോന്നിയെന്ന് പറഞ്ഞാൽ അവരെ കൊന്നു കളയാൻ പറ്റും? ഇല്ല. അവർ പെണ്ണാണെങ്കിൽ പെണ്ണോട് അട്രാക്ഷൻ തോന്നി അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മറ്റേ അല്ല, അതിനെ മറ്റേ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും ഉള്ളതാണ്. ഇപ്പൊ ചിലവർ ഈ ട്രാൻസ്ജെൻഡറിലേക്ക് പോകുന്നു. ഇപ്പൊ ഒരു ആണായിട്ട് ജനിച്ചു, പക്ഷെ ആണിനോട് പക്ഷെ പെണ്ണാവണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അപ്പോ അവർക്ക് അതിലേക്ക് മാറണം. അത് ഫോഴ്സ്ഫുള്ളി മാറണവരല്ല, അവർ ചിലപ്പോൾ ജനിച്ചത് അതേപോലെയാണ്. ജനിച്ചപ്പോ തൊട്ടേ അതിനൊരു മെന്റൽ കണ്ടീഷൻ ആയിട്ട് നമുക്ക് കണ്ടൂടെ? എങ്ങനെ കാണാൻ പറ്റില്ല? എനിക്കറിയില്ല മെന്റൽ കണ്ടീഷൻ. അത് നമുക്ക് വേറെ വല്ല ഡോക്ടറിനെ കൊണ്ട് സംസാരിക്കാം, ആധികാരികമായിട്ട് നമുക്ക് സംസാരിക്കാം. അതെ അതെ, പക്ഷെ അറിയാൻ വയ്യാത്തോണ്ടാട്ടോ. അതെ അതെ.
പക്ഷെ ഞാൻ ഇപ്പോ നീ ഇപ്പോ എന്തെങ്കിലും നിനക്ക് ഫിസിക്കലി എന്തെങ്കിലും നിന്റെ ബോഡിക്ക് തോന്നുവാണ്, അപ്പൊ അത് നിന്റെ മെന്റൽ കണ്ടീഷനായിട്ട് ചിലപ്പോൾ നിനക്ക് തോന്നാൻ പാടില്ല. നീ അവന്റെ ഒരു ഈ സൈഡിൽ നിന്ന് ചിന്തിച്ചു നോക്കി. ഫോർ എക്സാമ്പിള്, നീ ഒരു ആൺകുട്ടിയാണ്, പക്ഷെ നിനക്ക് തോന്നുന്നത് നീ പെണ്ണാണെന്നാണ്. ചിലപ്പോ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റില്ല, പക്ഷെ അവരുടെ സൈഡിൽ ചിന്തിക്ക്. ഇപ്പൊ നമ്മള് സൊസൈറ്റി പുറത്തുനിന്ന് നമ്മൾ കണ്ടുവന്ന ആണ് പെണ്ണ് അല്ലേ. ഇപ്പൊ നേരെ തിരിച്ച് നമ്മൾ ആ ട്രാൻസ്ജെൻഡർ നമ്മൾ അവരുടെ ഷർട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കണം. എനിക്ക് അത് അംഗീകരിക്കണ്ടെന്നുണ്ട്, അംഗീകരിക്കണം എന്നുണ്ട്. പക്ഷെ എന്റെ ചോദ്യം ഇത്രയാണ്, അതായത് ഒരു മനുഷ്യൻ, അതായത് അവൻ ആണായിട്ട് ജനിക്കുന്നു, ഓക്കെ, അതിന് പല പല ലൈക്ക് ഡോക്ടർമാര് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ആണാണെന്നും തീരുമാനിക്കുന്നു, പെണ്ണാണെന്നും തീരുമാനിക്കുന്നു. ആൻഡ് അറ്റ് എ പോയിന്റ് ലൈക്ക് ഇവര് നേരെ തിരിക്കുകയാണ്, അയ്യോ ഇത് ഞാനാണല്ല, ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെ ഇവരുടെ ലിംഗമെല്ലാം മുറിച്ച് പെണ്ണായി മാറാനായിട്ട് പറ്റണോ? അത് പറ്റും. അതങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതെനിക്ക് മനസ്സിലാവാത്തൊരു പോയിന്റ്, ലൈക്ക് അതൊരു എന്താ പറയാ അവർക്ക് ഉള്ളിൽ തോന്നുന്ന കാര്യം വെച്ചിട്ട് ലൈക്ക് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ശരിയായൊരു കാര്യമാണ്. അത് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്റെ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിക്കുമ്പോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പഠിച്ചിട്ടുള്ള ടൈമിൽ ഇങ്ങനത്തെ കുറെ ആളുകൾ എന്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവരടുത്ത് സംസാരിക്കുമ്പോഴായാലും അവരാദ്യം പറഞ്ഞ സംഭവം, ഞാൻ ആണായിട്ടാണ് ഞാൻ ജനിച്ചത്, ബട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങള് അതൊരു ഫെമിനിസ്റ്റ് അല്ല, ഒരു ഫെമിനിസ്റ്റ് ഫീമെയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എനിക്ക് എല്ലാ സാധനങ്ങളും ഇഷ്ടപ്പെടുന്നത്. എനിക്കൊരു പെണ്ണായിട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. അത് അവന് തോന്നിയത്, അത് അവൻ എന്ന് പറയുന്നത് ആണാർന്നത് പെണ്ണായത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ അവന് തോന്നിയത് ഈ 16-17 വയസ്സായപ്പോഴാണ്. പക്ഷെ അവൻ ആ ഡിസിഷൻ എടുത്തതും ഒരു 18-19 വയസ്സ് കഴിഞ്ഞപ്പോഴാ. അവനൊന്ന് ഉറപ്പ് വരുത്തണമായിരുന്നു. അവന് ചെറുപ്പത്തിലെ ഇങ്ങനെ ഫീലിങ്സ് ഉണ്ടായിരുന്നു. അവനൊരു പെണ്ണിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പെണ്ണിനെ ഡേറ്റ് ചെയ്തപ്പോ അവന് ഒരു ഫീലിങ്സ് വന്നിട്ടില്ല കുറച്ചാള്. ഒബ്വിയസ്ലി ഗേ ലെസ്ബിയൻ ആ ഒരു സെറ്റപ്പില് അതല്ല സംസാരം. അപ്പൊ അതിന് പകരം ഈ പറയുന്ന ലിംഗം മാറ്റി വെക്കുക, പരിപാടികളൊക്കെ ചെയ്യുന്നു. ലൈക്ക് എന്റെ പോയിന്റ് ഹോർമോൺസ് കുത്തിക്കെട്ടി ഓരോരോ പരിപാടികൾ കാണിച്ചു വെക്കുന്നു. അപ്പൊ എന്റെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ വളർന്നു വരുന്ന തലമുറ ഉണ്ടല്ലോ, ഇപ്പൊ കാനഡയിലൊക്കെ ആണെങ്കിൽ ഫുള്ള് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഈ പറഞ്ഞ LGBTQ ലൈക്ക് ഫുള്ള് റാലിയും കാര്യങ്ങളൊക്കെയാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാതിരി പോപ്പുലർ ആണ് ഇവിടെ. അപ്പൊ ഇവിടെ കുട്ടികൾ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരെ എല്ലാം ഇത് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് ലൈക്ക് എന്ത് ജെൻഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ഒരു സാധനം തന്നെയാണ് ഇപ്പൊ ഓൾറെഡി ഉള്ള ട്രാൻസ്ജെൻഡർ ആൾക്കാരായിരിക്കും ഈ ടീച്ചറായിട്ടും, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് ഞാൻ പറയുന്നില്ല, ഈ പറഞ്ഞ പല പല ജെൻഡേഴ്സിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ലൈക്ക് വന്ന് പഠിപ്പിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പൊ അവര് വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയുമോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന്. അപ്പൊ ഇവിടുത്തെ കുട്ടികൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അവര് പൂച്ചയായിട്ടും വൂൾഫായിട്ടും ഒബ്ജക്റ്റുകളായിട്ട്, അതായത് ഞാൻ കസേരയാണ്, ഞാൻ മറ്റേ ആംബുലൻസ് ആണ്. മറ്റേ ഈ കഴിഞ്ഞ ദിവസം ലൈക്ക് ഒരു വീഡിയോ ഞാൻ കണ്ട, ഐ ഐഡന്റിഫൈ ആസ് ആൻ ആംബുലൻസ്, സോ കോൾ മീ. അതാണ് പ്രൊനൗൺ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പുതിയൊരു തലമുറ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാം തുടക്കം വെച്ചത് ഇതല്ലേ എന്നാണ് എന്റെ ചോദ്യം. തുടക്കം വെച്ചത് ഇതാണ്. പക്ഷെ ഞാൻ അതാണ് പറഞ്ഞത്, അതിനോടൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഇപ്പൊ ഒരു ട്രാൻസ്ജെൻഡർ ആയി എന്നും പറഞ്ഞിട്ടുണ്ട്, അവരോ മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ ഈ അലമാരിനെയും ആംബുലൻസിനെയൊക്കെ മാറ്റി വെക്കും. കാര്യം അതൊക്കെ പൊട്ടത്തരമാണത്. അത് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. കാര്യം ഈ പറഞ്ഞ പിള്ളേരുടെ കാര്യം വരുമ്പോ നമ്മൾ അതിലേക്ക് വരാം. പിള്ളേര് എന്റെ അഭിപ്രായത്തില് ഈ ചെറുപ്പത്തിലെ അവയർനെസ് കൊടുക്കാം. ബട്ട് ഇങ്ങനെയൊക്കെ ആവാൻ ഒരു ടൈം നോക്കണം, ആളെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു ഏജ് ലിമിറ്റ് അവർക്ക് ഓൺ ഡിസിഷൻ എടുക്കാനായിട്ട്. ഇപ്പോ പാരന്റ്സിനായിരിക്കണം ഇത്രയും വർഷം വരെ ഒരു റൈറ്റ് കൊടുക്കണ്ടേ ഇവരെന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അറ്റ്ലീസ്റ്റ് ഒരു 18-19 വയസ്സ് വരെ കൊടുക്കണമെന്ന് എന്റെ ഒരു അഭിപ്രായം. കാരണം അവരൊന്നും ഏറ്റവും ബെയർ മിനിമം ഉണ്ടോ, അറ്റ്ലീസ്റ്റ് ഒന്ന് ലീഗലി ഒരു എല്ലാം കാര്യം ചെയ്യാം, ലൈസൻസ് എടുത്തൊരു സ്ഥലത്ത് പോയി ചെയ്യാനുള്ള റൈറ്റ്. ഇവിടുത്തെ കാനഡ അങ്ങനൊന്നും അല്ല. ലൈക് പേരൻസിനെ പോലും അറിയിക്കാണ്ട് ഇവിടെ നമുക്ക് ജെൻഡർ ചേഞ്ച് ചെയ്യാം. ലൈക് അതൊക്കെ എന്ത് വൃത്തികെട്ട സംസ്കാരമാണ്. അതെ, അതിപ്പോ അതിനോട് ഞാൻ യോജിക്കില്ല ഒരിക്കലും. പക്ഷെ ഈ സംഭവത്തിനോട് ഇപ്പൊ ഇങ്ങനെ ഒരു ഏജ് റെസ്ട്രിക്ഷൻ വെച്ചിട്ട് നമുക്ക് പിന്നീട് അല്ലെങ്കിൽ ഒരു 25 വെച്ചോ, അറ്റ്ലീസ്റ്റ് ഒരു ബോധവും വിവരവും വന്ന് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആവണതിന്റെ എനിക്ക് അറിഞ്ഞോട്ട് ചിലപ്പോ എങ്ങനെയാണ് അതിന്റെ സിസ്റ്റം ഒന്നും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു 19 വയസ്സ് ഞാൻ പറഞ്ഞത്. കാര്യം
25 വയസ്സാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഗ്രാജുവേറ്റ് ആയി, നമ്മളൊരു ഇതിലേക്ക് സൊസൈറ്റിയിലേക്ക് കടന്ന് നമ്മൾ ജോലിക്ക് പോയി, അതിന്റെ രണ്ട് എഫക്റ്റും മനസ്സിലാക്കാൻ നമുക്ക് ആ പ്രായമാകുമ്പോൾ മനസ്സിലാവും. ബട്ട് നമ്മള് നേരെ തിരിച്ചിപ്പോ ഞാനിപ്പോ ഒരു ആണ് അല്ലെങ്കിൽ ഒരു വേറൊരു പെണ്ണിന്റെ സൈഡിൽ ചിന്തിക്കുമ്പോൾ അവരൊക്കെ നേരെ അവരുടെ സൈഡിൽ ചിന്തിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ 5ാം ക്ലാസ് തുടങ്ങി അല്ലെങ്കിൽ 5 വയസ്സോളം തുടങ്ങി എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, അങ്ങനെ ചിന്തിക്കണവരുണ്ടല്ലോ. അവരത് ഒരിക്കലും നമ്മൾ പറയാൻ പറ്റില്ല, നിങ്ങൾ 19 വയസ്സ് വരെ വെയിറ്റ് ചെയ്യും നിങ്ങൾ അങ്ങനെ ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പൊ അവരുടെ ലൈഫ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറയും അവരുടെ അടുത്ത്. നിങ്ങളുടെ ലൈഫ് നീ അല്ലെ അങ്ങനെ ചിന്തിച്ചു നോക്കി. ചിന്തിക്കുമ്പോ അതെ, 19 വയസ്സ് നീ നിന്റെ ലൈഫ് ഒന്ന് ഒരു സൈഡിൽ വെക്ക്. സൊസൈറ്റി മൊത്തം പറയുന്നത് നീ ആണായിട്ട് ജീവിക്കണോന്നാണ്, അല്ലെങ്കിൽ നീ ഒരു പെണ്ണായിട്ട് ജീവിക്കണോന്നാണ്. അപ്പൊ നീ 19 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് വരെ നിന്നിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിനക്ക് പറ്റിയ സംഭവമാണോ? അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ജോലിയോ അല്ലെങ്കിൽ വേറെ കാര്യമൊന്നും അല്ലല്ലോ മാറ്റാനായിട്ട്. അതാണ് എന്റെ പോയിന്റ്. ജോലിയും ഇതൊന്നുമല്ല, പക്ഷെ അവരുടെ ഒരു നാച്ചുറലി അവരുടെ മനസ്സ് എല്ലാം അവരുടെ ലൈഫ് അവർക്ക് ചിന്തിക്കുന്നത് ആ രീതിയിലാണ്. ഒരു ആണെന്നുള്ളത് ചിലപ്പോ ഒരു പെണ്ണിന് തോന്നുന്നത് അത് അവർക്ക് ആ രീതിയിലേക്ക് അവരങ്ങനെ ചിന്തിക്കുന്നത്. അതിന്റെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കണത് എനിക്ക് എനിക്കും അറിയത്തില്ല. നമുക്ക് ഇതിനെ ഒരു വലിയൊരാളെ തന്നെ നമുക്ക് നമ്മള് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു സാധാരണക്കാരന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഒരു സാധാരണക്കാരൻ എന്നുള്ള നില തന്നെ സംസാരിക്കുന്നത്. കാരണം എനിക്ക് ഒരാളിങ്ങനെ നോക്കി കാണുമ്പോഴത്തേക്ക് ഒരു ആണ് പോയി അവിടെ മാറിയിട്ട് പെണ്ണായി മാറുന്നു, ഒരു പെണ്ണ് അവിടെ ആണായി മാറുന്നു, വേറെ ഒരു പട്ടി ഒരു മനുഷ്യൻ അവിടെ ഒരു പട്ടിയായിട്ട് മാറുന്നു. ഈ കഴിഞ്ഞ ദിവസം മറ്റേ ബസ്സിൽ മറ്റേ വാലൊക്കെ ഇട്ടിട്ടാണ് ഒരുത്തൻ കയറിക്കൊണ്ട് വന്നത്. ഐഡന്റിഫൈസ് എ ക്യാറ്റ്. മറ്റേ അതൊക്കെ മുഖത്തിട്ടടിക്കണം, അതിലൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഓക്കെ, മറ്റേത് ഓക്കെ, ലൈക്ക് എന്താ പറയാ ഒരു ഹ്യൂമൻ ബീങ് അവർക്ക് അത് അങ്ങനെയാണ് വേണമെങ്കിൽ നമ്മൾ ഇതിനൊന്നും യാതൊരു തെറ്റുമല്ല പറയുന്നത്. എനിക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പ് ഇവിടെ വെക്കേണ്ടി വരും. ഇപ്പൊ മെൻ വുമൺ അല്ലെങ്കിൽ ഇപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ LGBTQS കുറെ ഉണ്ട്. എനിക്കറിയില്ല, ടു സ്പിരിറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതൊക്കെ പുതിയ സാധനം. ഞാൻ ഗൂഗിൾ ചെയ്ത് ഇപ്പൊ പറഞ്ഞുതരാം. ഈ L എന്ന് പറഞ്ഞ ലെസ്ബിയൻ, G എന്ന് പറഞ്ഞ ഗേ, B എന്ന് പറഞ്ഞ ബൈസെക്ഷൽ, T എന്നാ ട്രാൻസ്ജെൻഡർ, Q എന്താ ക്യൂയർ. അപ്പൊ LGBTQ L ലെസ്ബിയൻ, G ഗേ, B ബൈസെക്ഷുവലി, T ട്രാൻസ്ജെൻഡർ, ക്വീർ, ഇന്റർസെക്സ് I. Intersex a person born with biological traits that are not typically considered male or female. എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. അതായത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെന്നും കൺസിഡർ ചെയ്യാത്ത ആൾക്കാരോ? ഇന്റർസെക്സ്, person with biological traits that are not typically considered. പിന്നെ asexual, a person who experience little or no sexual attraction to others. അവരെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആരോടും ഒരു വികാരമില്ല. നീ ആണാണെങ്കിലും പെണ്ണാ നിന്റെ അടുത്തേക്ക് ഞാൻ സംസാരിക്കില്ല. എനിക്കിഷ്ടമല്ല, അട്രാക്ഷൻ വരില്ല എന്നവർക്ക്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ മറ്റേ ഒരു അതായത് സ്വന്തം അതായത് ഇപ്പൊ ഞാനാണ് പൊളി, എനിക്ക് വേറെ ആരും വേണ്ട, എനിക്കൊന്നും ഇഷ്ടമല്ല, അതാണോ ആയിരിക്കും ഇതിൽ അത് പറഞ്ഞല്ലേ. പേഴ്സൺ ഹു എക്സ്പീരിയൻസ് ലിറ്റിൽ ഓർ നോ സെക്ഷുവൽ അട്രാക്ഷൻ ടു അതേഴ്സ്. അതെന്ത് മനുഷ്യനാന്ന് എനിക്കറിയില്ല, എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ എന്നായി പൊങ്ങി വന്നത്? നമ്മൾ പഠിക്കുന്ന അല്ല, അത് തീരുമാനില്ല. അടുത്തതാണ് 2S എന്ന് പറയുന്നത് ടു സ്പിരിറ്റ്. സാറൻ ടു സ്പിരിറ്റ് 2 ലിക്കർ എന്നാണ് ഞാൻ ടു സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ആ സാധനമൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. ടു സ്പിരിറ്റ് ആദ്യമായിട്ടേക്കണതാ ഇതില്. an indigenous term for people who identify as having both a male and female spirit. അതായത് ഒരു മനുഷ്യന്റെ ദേഹത്ത് ആണിന്റെ പെണ്ണിന്റെ ബാധ ഉണ്ടെന്നോ? ചില ടൈമിൽ നമ്മുടെ പോലെ റെമോ സെറ്റപ്പ് ആണെന്നുകൊണ്ടാ ഈ സാധനം ഇരിക്കും ചിലപ്പോ. പിന്നെ അതുകൊണ്ട് പ്ലസ് ഉണ്ട് കേട്ടോ അടിയില്. അത് അത് അറിയില്ല. This indicates that the acronym is inclusive for other sexual orientations and gender identifiers that are not especially listed. ഈ ആംബുലൻസും ഇതൊന്നും കാര്യം ഇതെല്ലാം അതിന് അവർക്ക് അവരുടെ രീതിയിൽ പറയാൻ എന്തെങ്കിലും കാരണങ്ങൾ കാണും. പക്ഷെ ആസ് എ ഹ്യൂമൻ എനിക്ക് ഈ സൊസൈറ്റിയിലേക്കും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര പാടാണ്. അതായത് എനിക്ക് ആൺ ഓക്കെ, പെൺ ഓക്കെ, ട്രാൻസ്ജെൻഡർ ഓക്കെ,
അതിനപ്പുറത്തോട്ട് ബൈസെക്ഷലും ഈ പറഞ്ഞ ഗേ ലെസ്ബിയൻ ഒക്കെ ഓക്കെ എല്ലാം അവരുടെ ഇഷ്ടങ്ങളാണ്. അതിനപ്പുറം അവിടെ ആ ഒരു ബൗണ്ടറി വെച്ചിട്ട് അതിനപ്പുറത്തോട്ട് ആംബുലൻസ്, പുലി, പട്ടി സാധനം, ആ സാധനം പറ്റില്ല. അലമാരിയാണ് ഞാൻ കണ്ടിട്ടുണ്ടോ. ഈ അലമാരിക്ക് എന്താ പ്രൊണൗൺ അറിയാൻ പാടില്ല. ഇപ്പൊ സൗണ്ട് അതാണോ സൗണ്ട്? അതില്ലെങ്കിൽ തുറക്കണ സൗണ്ട്. ഞാൻ പറയാം ഹീ, ഹിം, മറ്റേ ഹിസ് അതുണ്ട്, പിന്നെ മറ്റേ ഷീ ആ സാധനം ഉണ്ട് പെണ്ണുങ്ങൾക്ക്. പിന്നെ മൂന്നാമതാണ് ഈ മറ്റേ ഞാൻ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് പുതുതായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ആ കമ്പനിക്കാർ പറഞ്ഞ് ആ ഒരു സമയം ഒരു 2-3 മുന്നേ ആണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം തുടങ്ങുന്നത്. അപ്പൊ അവര് പറഞ്ഞു ദേ ദം ദേർ എന്നൊക്കെ അവരെ വിളിക്കണമെന്ന്. ഇപ്പൊ എടുത്ത് ഗൂഗിൾ എടുത്ത് നോക്കിയേ, ഷീ അതായത് ഇതെങ്ങനെ ചോദിക്കും. അപ്പൊ അതെങ്ങനെ, അപ്പൊ നമ്മള് ഒരാളെ കാണുമ്പോ തന്നെ അപ്പൊ വാട്ട് ഈസ് യുവർ പ്രൊനൗൺ ഇങ്ങനെ ചോദിക്കേണ്ടി വരും. എന്നാലും അവര് പറയുന്നത് മനസ്സിലാവണ്ടേ? സാധനമല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാവാനാ? മനസ്സിലാവില്ല. അതാണ്, അതൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഈ പക്ഷെ എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നാളെ ഇവരെല്ലാം ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറഞ്ഞോണ്ട് വരും. അപ്പൊ എന്ത് ചെയ്യുമെന്ന് എന്റെ ചോദ്യം. ആദ്യമേ ആണും പെണ്ണും ഓക്കെ 100% ഓക്കെ, അവർക്ക് ഈക്വൽ ആവണം, എല്ലാം ചെയ്യണം, മനസ്സിലായി. ട്രാൻസ്ജെൻഡർ ഓക്കെ, സമ്മതിച്ചു, ഓക്കെ. ബട്ട് ഈ ബാക്കിയുള്ളവരൊക്കെ വന്നാ എന്താ ചെയ്യുന്നത്? ഇതിനൊക്കെ എന്തെങ്കിലും നിയമം വേണ്ടേ? നിയമമുണ്ട്, പക്ഷെ പറ്റുള്ളാന്ന് തോന്നാർക്കും. അതുകൊണ്ടാണ് ട്രംപ് അവിടെ ഒരു സ്ഥലം സൈൻ ചെയ്ത് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം. അത്ര പുള്ളി ട്രാൻസ്ജെൻഡറിനെ പോലും അംഗീകരിച്ചിട്ടില്ല. യുഎസില് ജസ്റ്റ് മെൻ ഓർ വുമൺ അത്ര ഞങ്ങൾ ഗവൺമെന്റ് അംഗീകരിക്കുന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാര്യം നമ്മുടെ ഇവിടെ വന്നപ്പോഴേ ഞാൻ കൂടുതൽ കാണുന്നത്. ഇതിൽ നമ്മള് ഇപ്പൊ നമ്മുടെ സെക്ഷുവാലിറ്റി പറയാനായിട്ട് എല്ലാ ആപ്ലിക്കേഷനും ഉണ്ടാവല്ലോ. സെക്സ് മെയിൽ, ഫീമെയിൽ. നാട്ടിൽ ഇത്രയും കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ വരുമ്പോ മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, അതർന്ന് വേണ്ടി ഒരു ഡാഷ് ഇട്ടുണ്ടാവും. ഇഷ്ടമുള്ള നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു. അത് നിങ്ങള് ആ സാധനം ഞാൻ ഇവിടെ വന്നപ്പോഴേ കാണണേ. കാര്യം നമ്മുടെ നാട്ടില് ഞാൻ വന്ന ടൈമിലൊന്നും ഇതിനൊന്നും വലിയ ഇത് കൊടുത്തിട്ടുണ്ടായില്ല. ഇപ്പൊ വീണ്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കൊറേ ഈ സെലിബ്രിറ്റീസ് ആയാലും ട്രാൻസ്ജെൻഡർമാരുണ്ട്. ഇപ്പൊ ഇവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് അത് ഈ പറഞ്ഞ പണ്ടത്തെ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. അവരൊക്കെ പിടിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു പെണ്ണെന്ന് വിളിക്കണ്ടേ, പെൺകുട്ടിയെ തല്ലി ഒരുത്തൻ റോട്ടിൽ കൂടി വെറുതെ അവരിഷ്ടമില്ലാത്തതുകൊണ്ട്. ഈ ട്രാൻസ്ജെൻഡറിനെ എതിര് നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് ആ വെറുതെ നോട്ടിക്കൂടി നടന്നു പോയാ ഒരു സ്ത്രീനെ പിടിച്ച് തല്ലി. അയ്യോ, അത് അവരുടെ തെറ്റല്ലല്ലോ അവരങ്ങനെ ചെയ്തത്. അല്ല അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. ലൈക്ക് എത്രയൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും ലൈക്ക് അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാം. ഇപ്പൊ ഞാനൊരു ആണിന്റെ അടുത്ത് പറയില്ല ഒരു ട്രാൻസ്ജെൻഡറിനെ നിങ്ങള് യോജിക്കണോന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഈക്വൽ റൈറ്റ്സ് കൊടുക്കണമെന്ന് ഒരിക്കലും പറയില്ല. പെണ്ണിന്റെ അടുത്തും ഞാൻ പറയില്ല. ആ പെണ്ണിന്റെ അടുത്ത് പറയാതിരിക്കുമ്പോ അതിൽ വന്നൊരു വേറൊരു സംഭവമാണ് ഫെമിനിസം. അതൊരു വലിയ ബിഗ് വേർഡാണത്. ഭയങ്കര കോൺട്രോവേഴ്സിയൽ സാധനമാണ്. എന്താണ് ഫെമിനിസത്തിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണ? ഫെമിനിസത്തിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്ന പറഞ്ഞാൽ ലൈക്ക് പെണ്ണുങ്ങളുടെ ലൈക്ക് റൈറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ വുമൻസ് റൈറ്റിന് വേണ്ടിയിട്ട് അവർ തുടങ്ങിയിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ചട്ടക്കൂടാണത്. ലൈക്ക് അതിനെ ലൈക്ക് തുടക്ക സമയങ്ങളിലൊക്കെ നമുക്ക് അംഗീകരിക്കാം, ലൈക്ക് ഈ പറഞ്ഞ പഠിത്തവും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ലൈക്ക് തുല്യത എന്നുള്ളൊരു സാധനം. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്നതിനെയാണ് ഞാൻ എതിര് ചെയ്യുന്നത്. ലൈക്ക് കുറെ ആൾക്കാരെ ലൈക്ക് ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ നിയമം ഇതാണ്, എനിക്കിത് പറ്റത്തുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം മറ്റേ പെരുമ്പാവൂരിലെ അതായത് ഈ കഴിഞ്ഞ ദിവസം നടന്ന കഥ, അതായത് പെരുമ്പാവൂരില് ഈ പറഞ്ഞ ചെക്കൻ, അതായത് അവന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നല്ല പറയുന്നത്. ഒരു ഭർത്താവിന്റെ ഫോണിൽ നിന്ന് മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഈ പറഞ്ഞ സ്ത്രീ കണ്ടുപിടിക്കുന്നു. ആ സ്ത്രീ അത് നേരെ പോയി ലൈക്ക് ഇവനടിക്ക് ചോദിച്ചു, ലൈക്ക് ചോദിച്ചൊന്നുമില്ല. എനിക്കറിയില്ല ലൈക്ക് വാട്ട് എവർ ഹാപ്പൻ അറ്റ് ദ എൻഡ് അവന്റെ പ്രൈവറ്റ് പാർട്ടില് അവന് മറ്റേ ആ പെണ്ണ് തിളച്ച എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് അവനെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. ഓക്കെ, സോ അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ എന്താണ് വന്നിരിക്കുന്നത്? ലൈക്ക് ഈ പറഞ്ഞ മറ്റേ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തും അവള് പുലിയാണ്, അവള് കടുവയാണ് എന്നൊക്കെ പറഞ്ഞാണ്. അറ്റ് ദ എൻഡ്
അവൻ കാണിച്ചത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ ഇത് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കി, അതായത് ഈ പെണ്ണാണ് ഈ സെയിം സ്ഥലത്ത് നടന്നിട്ടുണ്ടായിരുന്നെങ്കിലോ, ഈ ആണാണ് ഈ എണ്ണ ഒഴിച്ചിരുന്നെങ്കിലോ, അവന്റെ ജീവിതം തീർന്നില്ലേ? അവൻ തീർന്ന്. ഈ പെണ്ണിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ പോകുന്നില്ല. അതായത് ഈ പെണ്ണ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു സാധനവും അവളെ ഒന്നും അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. അറ്റ് അവള് രക്ഷപ്പെട്ടു പോകും. ബട്ട് ഈ ആണാണെങ്കിലോ അവന്റെ ലൈഫ് തീർന്ന്, അവൻ ജയിലിൽ കിടന്ന് നരകിച്ച് നാരായണക്കല്ലെടുക്കും. അത്രേ ഉള്ളൂ. അപ്പം അവിടെ എവിടെയാണ് ഇക്വാളിറ്റി വരുന്നത്? എവിടെയാണ് ഈ ഫെമിനിസം പറഞ്ഞു വെച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ? എവിടെയാണ് ഇക്വാളിറ്റി ഉള്ളത്? അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോയിന്റ്. പണ്ട് ഇത് തുടങ്ങിയ കാരണം ഫെമിനിസം എന്ന് പറയുന്നത് ഈ നമ്മുടെ പണ്ടത്തെ കാലത്ത് ഇപ്പോ വുമൻസിന് റൈറ്റ്സ് കുറവായിരുന്നു. അപ്പൊ അത് ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു നല്ല ഓർഗനൈസേഷൻ ആണ് ഈ ഫെമിനിസ്റ്റുകളുടെ, അല്ലേ? പക്ഷെ അത് മിസ്യൂസ് ചെയ്ത് അതിന്റെ ആ വേർഡ് തന്നെ മൊത്തത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ വേറൊരു ആണിന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചു കഴിയുമ്പോണ്ടല്ലോ, ഇപ്പൊ ഒരു ആണ് ഇപ്പൊ പറഞ്ഞ പോലെ ഈ പെണ്ണിനെ പിടിച്ച് തല്ലിയിരുന്നെങ്കിൽ, നമ്മളിപ്പോ റോട്ടിൽ കൂടെ നടന്നു പോവാണ്, റോഡിലിപ്പോ ഒരു ആണ് പെണ്ണ് ആർഗ്യൂ ചെയ്തോണ്ടിരിക്കുക. അതിന്റെ ആളുടെ ആർഗ്യുമെന്റ് ഒന്നും അറിയില്ല, പക്ഷെ ചെറുക്കനൊന്ന് പെണ്ണിന്റെ മേത്ത് കൈ വെച്ച് എങ്ങനെ ഇരിക്കും അവിടെ നടക്കാൻ പോണേ? ഒരു 20-25 പേര് വന്നിട്ട് ആ ചെറുക്കനെ ഉതുക്കും. പിന്നല്ലാണ്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാരും മറ്റേ ചോദ്യം പ്രശ്നമൊന്നുമില്ല, അവിടെ അടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞിട്ട് എന്താണ് മോനെ പ്രശ്നം, നിന്റെ പ്രശ്നം ചോദിക്കുന്നത്. അതെ. അപ്പൊ അതാണ് ഈ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ലല്ലോ. സാറിന് ഇക്വാലിറ്റി എന്ന് പറയുമ്പോ എന്താ, ഒരെണ്ണം അടിച്ച് അങ്ങോട്ട് തിരിച്ചടിക്കണം, അവിടെ വെച്ച് അവര് തന്നെ സോൾവ് ചെയ്യണം. പക്ഷെ നേരെ തിരിച്ച് ഇപ്പുറത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സൊസൈറ്റി പെണ്ണുങ്ങള് എപ്പോഴും വീക്കാണെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ആണുങ്ങൾ, അതെ അതെ, പക്ഷെ ആണുങ്ങൾക്ക് ചോര തളക്കും ഒരു പെണ്ണിനെ അയാൾ തള്ളിക്കഴിഞ്ഞാൽ. പക്ഷെ ഒരു പെണ്ണാണിനെ തള്ളിക്കഴിഞ്ഞാൽ ഒരു ആണ് പോയി സംസാരിക്കില്ല, അവരുടെ പേഴ്സണൽ കാര്യമായിരിക്കും, നമ്മളതിൽ ഇടപെടണ്ട, അല്ലേ? പറയൂ, ഉറപ്പാ. അപ്പൊ ആ സംഭവത്തിനോട് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ ആണുങ്ങൾക്ക് അസോസിയേഷൻസ് ഒന്നും ഇല്ലേ? ഇല്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഉണ്ടോ? ഓഡിയൻസ് ഉണ്ടോ? ആണുങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ടോ? പക്ഷെ അത് ജെന്യൂൻ ആയിട്ട് തന്നെയാണോ എന്ന് അറിയില്ല. കാരണം കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ആൺ സംഘടന എന്ന് പറഞ്ഞ ആൾക്കാർ വരുവാണ് ചെയ്തത്. പറഞ്ഞ എല്ലാം ഒന്നും ആണുങ്ങൾക്ക് പോലും യോജിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ പെട്ടുപോയാണല്ലോ തീർത്തതേ. ഒരു ആൺ സംഘടന ഫോർ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ വീട്ടില് നമ്മുടെ വീട്ടിലൊരു പേഴ്സണലി ഒരു പ്രശ്നം നടന്നു. ഇപ്പൊ ഞാനും എന്റെ വൈഫും തമ്മിലൊരു പ്രശ്നം നടന്നു. നേരെ വൈഫ് വിളിച്ചിട്ട് പറയുവാണ് എന്റെ ഹസ്ബൻഡ് സെക്ഷലി അസോൾട്ട് ചെയ്തു എന്ന് പറയുവാണ്. പോലീസ് വന്ന് നേരെ പൊക്കിക്കൊണ്ടുപോകില്ലേ? പിന്നെ ഉറപ്പായിട്ടും അതെ. പക്ഷെ ഇവിടെ കാനഡയിലാണോ? കാനഡയിലാണെങ്കിൽ ഉറപ്പായിട്ടും അതിപ്പോ ആണായാലും പെണ്ണായാലും പൊക്കിക്കൊണ്ടുപോകും. അതെ അതെ. അല്ല, ഞാൻ നാട്ടിലത്തെ കാര്യം പറയണം. നാട്ടിലത്തെ കേസാണെങ്കിൽ അല്ലേ, എന്നെ പീഡിപ്പിക്കാൻ വന്നു. നമ്മുടെ നേരെ തിരിച്ചാണെങ്കിലോ, നിന്നെ ആണിനെ പിടിയോ, ഒന്ന് പോടറക്ക, നിന്നെ ആര് പിടിപ്പിക്കുക, ആ രീതിയിലെ ആള് സംസാരിക്കുള്ളൂ. അതാണ് വ്യത്യാസം. അപ്പൊ ആ സാധനത്തിന് പ്രോപ്പറായിട്ട് ഈക്വാലിറ്റിയും ഇതും പറഞ്ഞ എല്ലാവർക്കും അത് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് എല്ലാം പോകുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊച്ചിലെ തന്നെ കൊടുത്ത് ആ ഒരു രീതിയിൽ വളർത്തിയെടുക്കണം. ഈ പറഞ്ഞ ഈ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഈ ആൺ പെൺ വ്യത്യാസം 100% നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. ഈ പറഞ്ഞ ശാരീരിക വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് കാരണം തന്നെ ആണിന് ചെയ്യാൻ പറ്റുന്ന ആണ് ചെയ്യട്ടെ, പെണ്ണിന് ചെയ്യാൻ പറ്റുന്ന പെണ്ണ് ചെയ്യട്ടെ. ഇതിലൊക്കെ കയറി ബാക്കിയുള്ളവർ ഇടപെടുന്നത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ല, അത് ഈ പറഞ്ഞ ഒരു 10 പേര് തുടങ്ങിയൊരു സാധനമായിരിക്കും. പക്ഷെ ഇതിനോട് സപ്പോർട്ട് ഉള്ളിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു അസോസിയേഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പുറത്തേക്ക് വരില്ല. പക്ഷെ ഇങ്ങനെ അസോസിയേഷൻ എന്നാ പിന്നെ അത് സപ്പോർട്ട് ചെയ്ത എനിക്കത് വേണം എന്ന് പറഞ്ഞൊരു സാധനം പുറത്തേക്ക് വരും. അപ്പൊ അങ്ങനത്തെ അതെ അതെ. ഇപ്പൊ ഞാൻ പെണ്ണാണ്, അപ്പൊ എനിക്കൊരു ഐഡന്റിറ്റി എനിക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞു തുടങ്ങുന്ന ടീമുകളായിരിക്കും ചിലപ്പോ. എനിക്കറിയില്ല, ഇങ്ങനെ കുറെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരു ഇടി കിട്ടും ഞങ്ങളുടെ സംശയങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്ക് അതിനോട് യോജിക്ക്, അത് ഇപ്പൊ ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ കമന്റിൽ പറയാം. പക്ഷെ ഞങ്ങൾ അറിഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. അതെ, ഞങ്ങൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളെ കേൾക്കണേ. അതുകൊണ്ടാണ് ഈ പട്ടി പൂച്ച ആംബുലൻസ് കേൾക്കുമ്പോ എനിക്ക് വേണ്ടി എന്റെ പിന്നെയുള്ള ഫ്യൂച്ചർ, ഞാൻ എന്റെ ഉണ്ടാകുന്ന പിള്ളേരൊക്കെ വല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ തീർന്നു. സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ഈ വളർന്നു വരുന്ന തലമുറ അവർക്കും കുട്ടികളുണ്ടാവുമല്ലോ. അവർ വരുന്ന കുട്ടികള് രാവിലെ വന്നിട്ട് മമ്മി
എന്ന് പറഞ്ഞ എന്താ അവസ്ഥ? ഈ മറ്റേ പട്ടികൾക്കുണ്ടാവുന്ന മറ്റേ ഇതൊക്കെ ഇല്ലേ, മറ്റേ മത്സരങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയി മറ്റേ മനുഷ്യന്മാര് മറ്റേ വാലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കാണിച്ചാൽ എന്താ നടക്കുക? ഈ കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ഒളിമ്പിക്സില് മറ്റേ വുമൻസിന്റെ ലൈക്ക് മത്സരം, ഓക്കെ, അതിനകത്തൊരു ട്രാൻസ്ജെൻഡർ വന്ന് മത്സരിച്ചു. എന്നിട്ട് ലൈക്ക് അവർ ജയിച്ചു തോറ്റോ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ലൈക്ക് അറ്റ് ദ എൻഡ് അത് വുമൻസ് ആണ്, അവരുടെ ലൈക്ക് ശാരീരികാവസ്ഥ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ വേറൊരാള് വന്നിട്ട് അവിടെ വന്ന് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ മറ്റൊരു ലൈക്ക് ഇപ്പൊ പെണ്ണുങ്ങൾ പോകേണ്ട സ്ഥലത്ത് ആണ് പെണ്ണായ ആ ഒരു സിറ്റുവേഷൻ, അവിടെ പോയി മത്സരിച്ച് ആരാ ജയിക്കുക? ഉറപ്പായിട്ടും അവിടെ ജയിക്കുക. അവിടെയൊക്കെ എന്താ എവിടെയാ തുല്യത ഉള്ളത്? അതെ, അതിന്റെ വേറൊരു കഥ അറിയാമോ അതിന്റെ പക്ഷെ വേറെ കുറെ പേര് പറഞ്ഞത് അത് ശരിക്കും പെണ്ണാണെന്നാണ്. അവളുടെ ബോഡി അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് അവള് പക്ഷെ ആണല്ലാന്ന്, അവള് ട്രാൻസ്ജെൻഡർ അല്ലാന്ന്. പിന്നെ ഗൂഗിൾ എടുത്ത് നോക്കിയേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ നോക്കിയതാണത്. ആ സാധനത്തില് പക്ഷെ അങ്ങനെയും പറയുന്നുണ്ട് ആള്. ആണ് ആ സൈഡ് ഞാൻ പറയുന്നുണ്ട്. അവള് ജസ്റ്റ് ബിക്കോസ് ഷി ലുക്ക് ലൈക്ക് എ മാൻ. അതുകൊണ്ടാ. ബട്ട് സ്റ്റിൽ ലൈക്ക് ഈ പറയുന്ന വുമൻസിന്റെ ഒരു മീറ്റില് ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ പറയുന്നുള്ളൂ. അതെ അതെ. ഞാൻ ഇപ്പൊ ഒരു ആണുങ്ങളുടെ സാധനത്തില് ഇപ്പൊ ഒരു ആണായിട്ട് ആദ്യമേ ഐഡന്റിഫൈ ചെയ്ത് ഇപ്പൊ ഒരു ആണുങ്ങളുടെ ഫിസിക്കാലിറ്റി ഉള്ള ഒരു ആണുങ്ങളെ അതിൽ പാടുള്ളൂ. അത്രേ ഉള്ളൂ. പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങള് അത്രേ ഉള്ളൂ. അതിപ്പോ നമ്മുടെ ഹ്യൂമൻ ഇപ്പൊ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ, ഈ ബാക്കി ടു സ്പിരിറ്റ് കേസ്, ഇതിലൊന്നും ഒരു ബന്ധമില്ല. ഇപ്പൊ നീ ഒരു ആണാണ്, ആണിന്റെ ബലമുണ്ടെങ്കിൽ ആണുങ്ങളുടെ ഒപ്പം മത്സരിക്കും, പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ ബലമാണെങ്കിൽ പെണ്ണിന്റെ ഒപ്പം മത്സരിക്കും. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നല്ല. പക്ഷെ ഇങ്ങനെ കുറെ ആളുകൾ വന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ ഒരു അത് അങ്ങനെ പറയുമ്പോഴാണ് ഇപ്പൊ കുറെ സ്ഥലത്ത് പോകുമ്പോ ഈ അതേഴ്സിന് ഒരു ടോയ്ലറ്റ് ഉണ്ട്. എയർപോർട്ടിലെല്ലാം ഉണ്ട്. പണ്ടെന്ന് പറയുമ്പോ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഇല്ല, മെൻ ഓർ വുമൺ. ഇപ്പൊ കൂടുതലും കാണുന്നതാണ്. പക്ഷെ ഇവർക്ക് പ്രത്യേകം ഒരു സാധനം ഇപ്പൊ വെച്ചിട്ടുണ്ടാവും. മിക്ക സ്ഥലത്ത് ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഞാൻ കേറിട്ടില്ല. അതിനകത്ത് കേട്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? എനിക്കറിയില്ല. അത് പക്ഷെ വെച്ചത് നന്നായെന്നാ എനിക്ക് തോന്നുന്നത്. ട്രാൻസ്ജെൻഡർ ഇപ്പൊ ഒരു ഡ്രസ് ചെയ്തൊരു ട്രാൻസ്ജെൻഡർ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ഒരാണാർന്നു പണ്ട് ഫിസിക്കാലിറ്റി ഉള്ള ഒരാള് നമ്മുടെ ആണുങ്ങളുടെ ഉള്ളിലേക്ക് ഇരിക്കുകയും ചിലപ്പോൾ നമുക്ക് അൺകംഫർട്ടബിലിറ്റി ആയിരിക്കും. 100%. അതെ. മറ്റൊരു രീതിയിൽ ചിന്തിച്ചു, അതായത് ഇപ്പം ലൈക്ക് ആ ഒരു രീതി ചിന്തിക്കുമ്പോൾ ആ ഒരു എഫക്ട് കിട്ടത്തില്ല. അതേസമയം ഇപ്പൊ ഒരു വുമൻസ് ടോയ്ലറ്റില് ഈ പറഞ്ഞ ഒരു വ്യക്തി കയറി പോകുന്നു, അതായത് പെണ്ണായി നിൽക്കുന്ന ഒരു വ്യക്തി അവിടെ പോയി ചെയ്യുന്നു. അവിടെ വുമണൊക്കെ മാറ്റി നിർത്തും, ഒരു പെൺകുട്ടിയാണ് അവിടെ നിൽക്കുന്നത്, ഒരു കൊച്ച്, ഒരു പെൺകൊച്ച് അവിടെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഇവൻ ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി അവിടെ വന്നിട്ട് ലൈക്ക് എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ അവിടുത്തെ വിഷയങ്ങൾ മാറൂലേ? അത് മിസ്യൂസ് ചെയ്യണ കുറെ ആളുണ്ട്. ഇപ്പൊ എല്ലാ പൊട്ടന്മാരുണ്ട്, അവന്മാര് പെണ്ണുങ്ങളെ പോലെ ഡ്രസ് ചെയ്തിട്ട്. അതൊക്കെ കൊണ്ടാണ് ഇവിടെ കുറെ ആളുകൾക്ക് ഇതിനോട് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാനഡയിൽ മാത്രം നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോകം മൊത്തം ഒന്ന് നോക്കിയേ ഇഷ്ടം പോലെ മിസ്യൂസിങ് ഉണ്ട്. ലൈക്ക് ആൾക്കാര് ലൈക്ക് ഈ ഒരു കാരണം, ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് മാറ്റി കാണിക്കുന്ന പരിപാടികളൊക്കെ സെക്ഷൽ അസോൾട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റേപ്പ് എന്ന് പറഞ്ഞ സാമം വന്നിട്ടുണ്ട്. അതെ, ഇതൊക്കെ കാര്യം നാം ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എനിക്ക് തോന്നണ് ഒരാൾ ആരെന്ത് വന്നാലും അത് മാറ്റാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ ഗുണ്ടകളെ ഒഴിവാക്കണോന്ന് പറയണ പോലെ ഉള്ളത് അതൊരിക്കലും തീരില്ല. ഇപ്പൊ എല്ലാവർക്കും എല്ലാത്തിനും ആവശ്യമുണ്ടെന്ന് പറയൂലേ, അതേപോലെയാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്നോ? എനിക്ക് തോന്നണില്ല. ആണോ? കൺട്രോൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പോണേ എന്ന് പറഞ്ഞ ഒരു ഐഡിയ പറഞ്ഞു. അല്ലെങ്കിൽ എല്ലാ നീ പറഞ്ഞ വലിയ വേൾഡ് ഓർഗനൈസേഷൻസ് ഒക്കെ ഇല്ലേ, അവരോടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ എന്ത് ചെയ്യും ഇത്? ഇമാതിരി പരിപാടിയൊക്കെ ഇതൊക്കെ എന്ന് തുടങ്ങി? ഈ ഇടയ്ക്ക് തുടങ്ങിയതെന്ന്. ഇവര് എത്ര ബാൻ ചെയ്താലും ഇതിനെ സപ്പോർട്ട് ചെയ്യണ ഒരു 100 പേരുണ്ടാവും. അതുകൊണ്ട് ഈ ട്രംപിനൊക്കെ എതിരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ അവിടെ നടന്നിരിക്കുന്നു. ഈ പറഞ്ഞ മറ്റേ മെൻ ആൻഡ് വുമൺ മാത്രമാക്കിയതിന് ഒരുവിട്ട് വിഷയം അവിടെ നടന്നിരിക്കുക. അപ്പോ ആ രീതിയിൽ ചെയ്യുമ്പോൾ എല്ലാത്തിനെ സപ്പോർട്ട് ചെയ്യണ കുറച്ച് ഒരു കെട്ട ആൾക്കാർ ഉറപ്പായിട്ടുണ്ട്. അതെ, ഇപ്പൊ അവരത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോണെന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോ അവർക്ക് അത് വെച്ചിട്ട് ഒരു വാർ തുടങ്ങാൻ പറ്റും. ഇപ്പൊ നേരെ പോയി ഇങ്ങനെ ഒരു 20 പൊട്ടന്മാരാ, ഇതിൽ ഒരു 10 കാരണമാണ് രാത്രി കത്തിച്ച് കഴിഞ്ഞാൽ ഇരിക്കും. കലാപം തുടങ്ങിയില്ലേ? ഇത്രക്ക് വലിയ പാടൊന്നുമില്ല. വേണോന്ന് വെച്ച് തന്നെ ഒരാൾക്ക് ഒരു കൊച്ചിന് പോയി
ശരിയാ. ഇപ്പൊ നമ്മുടെ ഇവിടെ ഫയർ ഇടുന്നത് രണ്ടും സിഗരറ്റ് എത്തിച്ചാന്നാണ് പറയണത്. എവിടെയും കഴിഞ്ഞ പോലത്തെ മറ്റേ ഇവിടെ നടന്ന ആ രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ബിനാമികളുടെ പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. ബിനാമികൾ ഒരു ഏരിയ മൊത്തം കത്തിച്ച് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കത്തിച്ചു കളഞ്ഞാന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ സംഭവം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല, അവയർനെസ് കൊടുക്കാം. ഓക്കെ. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏജ് ലിമിറ്റും വെക്കാൻ പറ്റും. ഈ പറഞ്ഞ ഒരു 20 വയസ്സോ അല്ലെങ്കിൽ 21 വയസ്സോ ആ ഒരു വയസ്സ് വരെ പേരൻസിന് മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റൂ. അതെ, അങ്ങനെ ഇവിടെ എന്തോ ഞാൻ കേട്ടായിരുന്നു. അതിപ്പോ ഇവിടെ ഉണ്ട് ഇപ്പം. അല്ല, ഇങ്ങനെ അങ്ങനെ ആക്കണം എന്നോ അങ്ങനെ റൈറ്റ് കൊടുക്കണോന്നൊക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് പോയി എന്തുകൊണ്ടും കാണിക്കാം. റൈറ്റ്. ലൈക്ക് പിന്നെ ഈ പറഞ്ഞ ടോപ്പിക്കിലേക്ക് വന്നപ്പോഴത്തെ റിഗ്രറ്റ് എന്നുള്ളൊരു സാധനം, അതായത് ഇപ്പൊ ഒരു പെണ്ണ് ആണായി മാറി അല്ലെങ്കിൽ ആണ് പെണ്ണായി മാറി, അത് കഴിഞ്ഞിട്ട് റിഗ്രറ്റ് അടിച്ചൊരു സംഭവം അല്ലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ മറ്റേ കാര്യം നമ്മുടെ അറിയാവുന്ന ഒരാളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആ പുള്ളിക്കാരനൻ പെണ്ണായി മാറി. പെണ്ണായി മാറി. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണേ, ഐ ഡോണ്ട് വാണ്ട് ബി എ വുമൻ, ഐ വാണ്ട് ടു ഗോ ബാക്ക് ആൻഡ് ഐഡന്റിഫൈ ആസ് എ മാൻ. എനിക്കൊരു ആണിനെ പോലെയാണ് എനിക്ക് ഇനി. തിരിച്ചു പോകാൻ പറ്റുമോ? ഇല്ല, ഒറ്റ വൺ ടൈം അല്ലേ പറ്റത്തുള്ളൂ. ഇത് ബാക്കിലേക്ക് പോകാനുള്ള പരിപാടി റിവേഴ്സ് അടിക്കാൻ പറ്റില്ല. ഇല്ല, ഒറ്റ പറ്റത്തുള്ളൂ. അതായത് ഇപ്പൊ ഒരു ആണ് പെണ്ണായ പിന്നെ കഴിഞ്ഞു, ചാൻസേ ഉള്ളൂ. അതെ, പുതിയത് അവരെന്തെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞോ. ഇപ്പൊ നിലവിലില്ല ആ സംഭവം. കാരണം അയാൾക്ക് ഓൾറെഡി ഒരു കൊച്ചുണ്ട്. അയാളാണ് അത് ഭാര്യയുടെ ഒപ്പം നേരെ മാരീഡ് ആയിരുന്നു. 2 അമ്മമാരപ്പ കൊച്ചിനിപ്പോ. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ല, അതേപോലെ തന്നെ നടപ്പുണ്ടെന്ന് തോന്നുന്നു. ആണോ? അവന് ഞാൻ ചോദിക്കട്ടെ, അവനെ അപ്പം നിങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങൾ ചോദിച്ചോ എന്തെങ്കിലും എന്തുകൊണ്ടാണ് ഇത് മാറാൻ? ഡയറക്ട്ലി എനിക്ക് അറിയില്ലല്ലോ, ഡയറക്ട്ലി എനിക്ക് അറിയാത്തതുകൊണ്ട് കേട്ട കഥ. അപ്പൊ നമുക്ക് ഞാൻ ആർന്നെങ്കിൽ ഞാൻ ചോദിച്ചാനെ എന്തുകൊണ്ടാണ് ആ തോന്നിയെന്നുള്ളത്. കാരണം ഇപ്പൊ ഒരു നമുക്കായാലും ചിലപ്പോ ഓരോ കാര്യങ്ങൾ ഡിസിഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് റിഗ്രറ്റ് വരാറില്ലേ കാര്യങ്ങളില്. ചിലപ്പോ അവൻ ഈ കുറെ നാളുകൾ കഴിച്ച പ്രായമായതിനു ശേഷം എടുത്ത ഇതാണ് ഡിസിഷൻ ആയിരുന്നു. പിന്നെ വർഷങ്ങളായിട്ടുള്ളൂ, കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഇപ്പൊ അത് ഫീമെയിൽ ബോഡിയിലേക്ക് ട്രാൻസ്ഫോം ആയിട്ട്. അപ്പൊ കാര്യം വെച്ചാൽ ഹോർമോണൊക്കെ ചെയ്ത് ബോഡിയുടെ ഫിസിക്കൽ സ്ട്രക്ചർ തന്നെ മാറി. അപ്പൊ നേരെ ഒറ്റടിക്ക് ഇപ്പൊ പോയി തിരിച്ചു മാറണമെന്ന് ചോദിച്ചാൽ എങ്ങനെ കട്ടിച്ച് കളയാൻ പറ്റുമൊന്നുമില്ല. അപ്പൊ അത് വലിയൊരു സാധനം. നമ്മളപ്പോ ആ ഡിസിഷൻ എടുക്കുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്, മാറാൻ പറ്റൂല. അതെ, OTP അല്ല, വൺ ടൈം കോഡ് പോലത്തെ സാധനം. ഒരു പ്രാവശ്യം കോഡ് അടിക്കാൻ പറ്റുള്ളൂ, പിന്നെ അത് റിസ്ക് ഉള്ള സാധനം. അപ്പൊ നമുക്കൊരാളടുത്ത് പറയാൻ പറ്റില്ല നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യണം. അത് ഓരോരുത്തർ ഡിസിഷനാണ്. അല്ലെ, ഈ പറഞ്ഞ ഈ 19 വയസ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ആ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും വെക്കാൻ പറ്റില്ല. ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് ഒരാളുടെ അടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒരാൾക്ക് പറയാൻ പറ്റുമോ? നിനക്ക് ഇഷ്ടപ്പെടുമോ? എനിക്ക് പക്ഷെ ലൈക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ലൈക്ക് സിഗരറ്റ് വലിക്കരുത് എന്ന് പറയും 18 വയസ്സ് വരെ, അല്ലെങ്കിൽ കള്ളു കുടിക്കരുതെന്ന് പറയും. ലൈക്ക് അതേപോലെ തന്നെ ഒരു നിയമം വരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ സിഗരറ്റും കഞ്ചാവും കള്ളും അത് വേറൊരു സാധനമാണ്, അതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ്. പക്ഷെ അപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ ക്യാൻഡൻ ആണെങ്കിൽ 18 വയസ്സിന് താഴെ ആണെങ്കിൽ ഇല്ല, നടക്കില്ല. ലൈക്ക് അതേപോലെ ഒരു സാധനം. പക്ഷെ ഇപ്പോഴത്തെ നിയമം ഞാൻ ഈ പറയുന്നത്, ഇതേപോലെ എന്തൊരു നിയമം വെക്കണം, അപ്പൊ തന്നെ കുറച്ച് ബോധം ആയിട്ടായാലും മാറിക്കോളും. അതെ, അതിന് മുന്നേ ആവുന്നതിലും നല്ലതല്ലേ. പക്ഷെ ചിലവർക്ക് ഇപ്പൊ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയാം, കാരണം രണ്ടുപേരും സൈഡിൽ നോക്കണമല്ലോ. കാരണം അവരുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചു നോക്കിയ നീ ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, ഒരിക്കലും നീ എൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ ഇമോഷണൽ ഫീലിങ്സിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ. അതെങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും? ഇപ്പൊ കള്ളു കുടിക്കണതും ലൈസൻസ് എടുക്കുന്നതും വണ്ടി ഓടിക്കണതൊക്കെ ഡിഫറൻറ്റ് സാധനങ്ങളാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കാനാ പറയുന്നത്, നമുക്ക് തുടങ്ങുന്ന ഫീലിങ്സിനെ. അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും? അല്ലേ? ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും. അല്ലേ, നമ്മൾ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോ അതൊരു അവരുടെ അടുത്ത് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ പാരന്റ് സൈഡിൽ നോക്കുമ്പോൾ അവർക്ക് വിഷമമായിരിക്കും. ബട്ട് ഡോണ്ട് യു വാണ്ട് യുവർ കിഡ് ടു ബി ഹാപ്പി? അപ്പൊ ആ കിഡ് ഈ 19 വയസ്സ് വരെ സഫർ ചെയ്തിട്ട് നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ആയിക്കോളാൻ പറഞ്ഞു കഴിയുമ്പോ ചിലപ്പോ ആ കൊച്ചിന് തോന്നുന്നത് ഐ ലോസ്റ്റ് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് മൈ ലൈഫ്. ഐ ഡോണ്ട് നോ ഹൗ ലോങ് ആണെങ്കിലും എത്ര നാൾ ഞാൻ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ലൈഫ് മൊത്തത്തിൽ ഞാൻ ഒഴിവാക്കി 19-20 വർഷം വരെ. അപ്പൊ എന്ത്
അങ്ങനെ ഐ മീൻ അത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതെ അതെ അല്ലേ. അപ്പൊ അതാണ് അല്ല നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പോലെ ലൈക്ക് 20s ഐ മീൻ 2K കിഡും അല്ല മറ്റേ 80 കിഡും അല്ല, ഇടയ്ക്ക് നിൽക്കുന്നത്. അതെ അതെ. ഇപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ 18 വയസ്സുള്ള അല്ല 18 വയസ്സല്ല 50 വയസ്സല്ല, നീ ആണാണെങ്കിൽ ആണ്, നീ പെണ്ണാണെങ്കിൽ പെണ്ണ് അല്ലേ, അങ്ങനെ പറയത്തുള്ളൂ. നമ്മൾ ഈ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ് പക്ഷെ നേരെ അപ്പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോ ചിലപ്പോ ഒരു 10 വർഷം നമ്മുടെ പിള്ളേരുകൾ അവര് വലുതായി കഴിയുമ്പോ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ അവരുണ്ടാവില്ല. അപ്പൊ അതാണ് അത്. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കൊരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് നമുക്ക് സംസാരിക്കാനെ പറ്റി. നമുക്ക് ഈ നോട്ടില് നമുക്ക് വേണ്ടി നിർത്താം. നിങ്ങൾക്ക് ഇറ്റ്സ് യുവർ ബോഡി, ഇറ്റ്സ് യുവർ ഡിസിഷൻ. 100% ലൈക്ക് നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള തോന്നലുകളും കാര്യങ്ങളും ജസ്റ്റ് തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതല്ലാണ്ട് ഐ മീൻ ലൈക്ക് നിങ്ങൾക്ക് ആണായിട്ട് ജീവിക്കണോ 100% വി അഗ്രി. ലൈക്ക് പെണ്ണായിട്ട് ജീവിക്കണോ വി സപ്പോർട്ട് യു. ലൈക്ക് ഓൺ ദ അതർ ഹാൻഡ് ലൈക്ക് ഞങ്ങളുടെ ഇപ്പൊ നിങ്ങൾക്ക് അതിനുവേണ്ടി ഇതിൽ നിന്നും മനസ്സിലാക്കി നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ്. ഞങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ ഒരു ലേണിംഗ് ഫേസിൽ കൂടി പോകുന്നവരാണ്. നമ്മൾ എന്നിട്ട് മില്ലേനിയൽസ് ആ സാധനമാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങള് പഠിച്ചോണ്ടിരിക്കണേ, രണ്ട് സൈഡും പഠിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ഐ മീൻ ലൈക്ക് എല്ലാവരുടെ ഈ പറഞ്ഞ ഉൾക്കാഴ്ചയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുമ്പോൾ അതിൽ റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ ഞങ്ങളും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ പോലെ LGBTQ++++ അതൊന്നും അറിയത്തില്ല എന്താ കേൾക്കാൻ തുടങ്ങി, ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ ഈ സാധനങ്ങളൊക്കെ അറിയണം. അപ്പോ അത് നമ്മള് നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക, സ്മാർട്ടായിട്ട് ഡിസിഷൻ എടുക്കുക അല്ലേ. നമുക്ക് അവിടെ നിർത്താം. അപ്പൊ ഇതേപോലത്തെ ഓരോ എക്സൈറ്റിംഗ് ടോപ്പിക്കുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അഖിൽ ടൈറ്റസ്, ഞാൻ ആകാശ് ഷാജി, സൈനിങ് ഓഫ് ഫ്രം OSP.